കള്ളന്മാരെ കൊടുക്കാനുള്ള പോലീസുകാരുടെ അടാറ് ട്രിക്കുകൾ. കുട്ടിക്കാലം മുതൽ നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിച്ചിട്ടുണ്ടാകാൻ ഇടയുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കും ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവിന്റെയോ ഒക്കെ ജോലി. സിനിമകളിൽ അവരെ കാണുമ്പോൾ അവരുപയോഗിക്കാറുള്ള ടെക്നിക്കുകൾ, ക്രിമിനലുകളെ പിടിക്കുന്ന രീതികൾ എന്ന് തുടങ്ങിയ എല്ലാം നമ്മളെ ഇത്തിരിയെങ്കിലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും. സത്യത്തിൽ സിനിമകളിൽ കാണുന്നതിനോളം വരില്ലെങ്കിലും റിയൽ ലൈഫ് പോലീസുകാർ കള്ളന്മാരെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചില കിടിലൻ ട്രിക്കുകളുണ്ട്. എങ്കിൽ പിന്നെ നമുക്കതൊന്ന് കണ്ടിരിക്കണ്ടേ? ഏവർക്കും സ്വാഗതം. നമ്പർ 10, ബോലാറ. നമ്മുടെ നാട്ടിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറ്റവാളികളെ പിടിക്കാൻ പോലീസ് ലാത്തിയെടുത്ത് എറിഞ്ഞു വീഴ്ത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതുപോലെ മുൻപിലുള്ള ഒരാളെ പിടിക്കാൻ 2019 അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് പോലീസ് സേനയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട ഒരു ആയുധമാണ് ബോലറ. നിലവിൽ ഇത് മറ്റനേകം രാജ്യങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആളുകൾക്ക് നേർക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ അവരുടെ കൈകാലുകൾ വലഞ്ഞു മുറുക്കി ചലനം തടസ്സപ്പെടുത്തുന്നതാണ് ഇതിന്റെ ടെക്നിക്ക്. ശാരീരികമായി കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരാൾ ഓടുകയാണെങ്കിൽ ഇത് അവർക്ക് നേരെ പിടിച്ച് ബട്ടൺ പ്രസ് ചെയ്താൽ ഇതിൽ നിന്നും 2 ചരടുകൾ പുറത്തേക്ക് വന്ന് അവരുടെ ശരീരം വരിഞ്ഞു മുറുക്കും. ഒറ്റ സെക്കൻഡിൽ 157 മീറ്റർ ദൂരം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇതിലെ ചരടുകളുടെ അറ്റത്തുള്ള 2 ബാർബുകൾ ആളുകളുടെ ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ അവരെ വരിഞ്ഞു മുറുക്കി വെക്കും. മറ്റായുധങ്ങളുടെ സഹായമില്ലാതെ വലിയ പരിക്കുകൾ ഉണ്ടാക്കാതെ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മനോദൗർബല്യമുള്ളവരെ കീഴ്പ്പെടുത്താനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. നമ്പർ 9, മോഡുലാർ വെഹിക്കിൾ ബാരിയർ. ട്രാഫിക് ചെക്കിങ്ങിനും പ്രൊഹിബിറ്റഡ് ഏരിയയിലേക്കും കടന്നുകയറ്റം തടയുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ബാരിയറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് പക്ഷേ ഒറ്റ തട്ടിന് ഇടിച്ചു തെറിപ്പിച്ചു പോകാൻ കഴിയുന്നതാണെന്ന് നമുക്കറിയാം. എങ്കിൽ അങ്ങനെ തെറിപ്പിച്ചു പോകാൻ കഴിയാത്തതും 7.5 ടൺ ഭാരമുള്ള ട്രക്കിനെ പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ളതുമായ പുതുപുത്തൻ വെഹിക്കിൾ ബാരിയർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇടിച്ചു തെറിപ്പിച്ചു പോകാൻ നോക്കുമ്പോൾ എൽ ആകൃതിയിലുള്ള ഈ ബാരിയർ ട്രക്കിന്റെ ബലം താഴേക്ക് ലംബമായി കടത്തിവിടുകയും മുൻപോട്ടുള്ള ആക്കം കുറച്ച് ട്രക്കിനെ സ്റ്റോപ്പ് ചെയ്യിക്കുകയും ചെയ്യും. മൈ ഫ്രെയിം എന്ന കമ്പനി തയ്യാറാക്കിയ ഈ ബാരിയർ ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല ഇത് ഫിറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒരാൾ തന്നെ ധാരാളമാണ്. ഇത് ഉപയോഗിക്കാൻ പ്രത്യേക ട്രെയിനിങ്ങുകളോ ടൂളുകളോ ഒന്നും ആവശ്യമില്ലാതാനും. ബാരിയർ ഇടിച്ചിട്ട് പോകുന്ന വണ്ടികളെ ചേസ് ചെയ്ത് പിടിച്ച് അടങ്ങുമെന്ന വാശിയില്ലാത്ത സുരക്ഷാ മേഖലകളിലെല്ലാം ഈ മോഡുലാർ വെഹിക്കിൾ ബാരിയർ ഉപയോഗിക്കാറുണ്ടത്രേ. നമ്പർ 8, നെറ്റ് ഗൺ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തോക്കിൻ കുഴലിൽ നിന്നെന്ന പോലെ വരുന്ന ഒരു വല വിരിച്ച് കള്ളന്മാരെ പിടിക്കുന്നതാണ് നെറ്റ് ഗണ്ണിന്റെ പ്രത്യേകത. ഒരു ചെറിയ ടോർച്ച് ലൈറ്റിന്റെ വലിപ്പമേ ഈ ഉപകരണത്തിനുള്ളൂ. ഒറ്റ ക്ലിക്കിൽ സെക്കൻഡിൽ 15 അടി നീളത്തിൽ വരെ ഇതെത്തും. ഏകദേശം 16 ചതുരശ്ര അടി വലിപ്പമുള്ള നെറ്റാണ് പുറത്തേക്ക് വരിക. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കള്ളന്മാരെ അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെ ഒക്കെ നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് ഇതുപയോഗിച്ച് എളുപ്പത്തിൽ പൂട്ടാൻ കഴിയും. ഇതിനുള്ളിൽ പെട്ടാൽ ആർക്കും പെട്ടെന്ന് ഇത് അഴിച്ചു കളയാനാകില്ല. വലിയ പരിക്കുകളില്ലാതെ കുറ്റവാളിയെ കസ്റ്റഡിയിൽ എടുക്കാനുമാകും. ജപ്പാൻ, അമേരിക്ക, ചൈന, കൊറിയ എന്ന് തുടങ്ങി യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ഈ ആയുധം ഉപയോഗിക്കാറുണ്ടത്രേ. നമ്പർ 7, സ്പൈക്ക് സ്ട്രിപ്പ്. ഇതൊരു റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന വെഹിക്കിൾ സ്റ്റോപ്പിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ നേരിട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ സ്പൈക്ക് സ്ട്രിപ്പ് പ്രവർത്തിപ്പിക്കുവാനും എളുപ്പമാണ്. ഒരു സേഫ് കിറ്റിൽ എത്തുന്ന ഈ ഉപകരണം സംശയിക്കുന്ന വാഹനം വരുന്ന റോഡിന്റെ സൈഡിൽ തുറന്നു വെച്ചതിനു ശേഷം ഒരു സുരക്ഷിത അകലത്തിലിരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യാനാകും. വാഹനം വരുന്ന ടൈം നോക്കി കൃത്യമായി അതിന്റെ മുൻവശത്തെ ടയറുകൾ അടുത്തെത്തുമ്പോൾ ബട്ടൺ പ്രസ് ചെയ്ത് സ്പൈക്ക് ഓപ്പൺ ആക്കാം. ഒരിക്കൽ ഇത് ഒരു വാഹനത്തിന്റെ ടയറിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് ടയർ പഞ്ചറാക്കും. എന്നാൽ ഒരു വാഹനത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തിരിച്ച് സൈഡിലേക്ക് മാറ്റുന്നതിനാൽ പുറകെ വരുന്ന പോലീസ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയുമില്ല. ഈ വിധത്തിൽ കുറ്റവാളികളെ എളുപ്പത്തിൽ പിടിക്കാനും കഴിയും. നമ്പർ 6, ഹോൾ മാട്രോയുടെ ഡോർ ഓപ്പണർ. കെട്ടിടങ്ങളിലും മറ്റും ഒളിച്ചിരിക്കുന്ന കുറ്റവാളികളെ വീട് വളഞ്ഞ് പിടിക്കേണ്ടി വരുമ്പോൾ വലിയ ബഹളമില്ലാതെ വാതിൽ തുറന്നകത്ത് കടക്കേണ്ടതും ആവശ്യമാണല്ലോ. അതിനായാണ് ഹോൾ മെട്രോയുടെ ലേറ്റസ്റ്റ് മോഡൽ ഡോർ ഓപ്പണർ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഘടിപ്പിക്കാനാവുന്ന സുരക്ഷിതമായ അകലത്തിലിരുന്നും പ്രവർത്തിപ്പിക്കാവുന്ന ഈ ഡോർ ഓപ്പണർ സെക്കൻഡുകൾക്കുള്ളിൽ ഏത് മൾട്ടി ലോക്ക്ഡ് വാതിലുകളും തുറക്കും. ഇവ തുടർച്ചയായി ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷനുകൾക്ക് തികച്ചും യോജിക്കുന്ന ടൈപ്പാണിത്. അകത്ത് കടന്നു കയറുമ്പോഴേ ഉള്ളിലുള്ളവർക്ക് അപകടം അറിയാൻ സാധ്യതയുള്ളൂ. നമുക്കറിയാം എല്ലായ്പ്പോഴും ക്രിമിനലിനെ ചേസ് ചെയ്ത് പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന്. പോലീസിനെ തന്നെയോ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ നിരത്തിലെത്തുന്ന മറ്റ് സാധാരണക്കാരുടെ വാഹനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്. അത്തരം അപകടങ്ങൾ ഉണ്ടാകാതെ തന്നെ കുറ്റവാളികളുടെ വാഹനങ്ങളെ കൊടുക്കുന്നതിനാണ് ഈ ഗ്രോപ്ലർ ഉപയോഗിക്കുന്നത്. ഇത് കുറ്റവാളിയുടെ വാഹനത്തിന്റെ പുറകിൽ നിന്നും പ്രവർത്തിപ്പിക്കാനാവുന്നതായതിനാൽ അയാൾക്ക് തിരികെ ആക്രമിക്കാനുള്ള അവസരം കുറവാണ്.
ഒരു വാഹനത്തെ ചേസ് ചെയ്ത് പിന്തുടർന്നതിന് ശേഷം പോലീസ് വാഹനത്തിലെ ഒരു ചെറിയ ബട്ടൺ അമർത്തിയാൽ ഗ്രോപ്ലറിന്റെ ഒരു ഏണി പോലെ ഭാഗം പുറത്തേക്ക് വരും. ശേഷം അതിൽ നിന്നുള്ള മെറ്റൽ റിങ്ങുകൾ സസ്പെക്ടിന്റെ വണ്ടിയുടെ പിൻഭാഗത്തെ ഒരു ടയറിലേക്ക് നിക്ഷേപിച്ചാൽ കാര്യം കഴിഞ്ഞു. ഈ മെറ്റൽ റിങ്ങുകൾ മുൻപോട്ട് ചലിക്കാനാകാത്ത വിധത്തിൽ ടയറിനെ മുറുക്കിയിട്ടുണ്ടാകും. ആ വാഹനം നിൽക്കുന്ന ഗ്യാപ്പിനുള്ളിൽ പോലീസുകാർക്ക് കള്ളന്മാരെ വളയാൻ തയ്യാറെടുക്കാം. ഈ ഐറ്റം പൊളിയല്ലേ? നമ്പർ 5, സ്റ്റോപ്പ് സ്റ്റിക്ക് ടയർ. ഓടുന്ന വണ്ടിയുടെ ടയർ പൊട്ടിച്ച് അതിലിരിക്കുന്ന കുറ്റവാളികളെ പിടികൂടാൻ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് സ്റ്റോപ്പ് സ്റ്റിക്ക് ടയർ. 2 ലക്ഷത്തിലധികം പോലീസ് വാഹനങ്ങളിൽ ഈ സ്റ്റോപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ടത്രേ. മാത്രമല്ല 10 സെക്കൻഡിനുള്ളിലാണ് ഇവ ലക്ഷ്യം നേടുന്നതും. ഓരോ സ്റ്റിക്കിലും അനവധി സ്റ്റീൽ മുള്ളുകളുണ്ട്. ഇവ ടയറിൽ കുത്തിക്കയറി കാറ്റ് പുറത്തേക്ക് കളയുന്നു. എന്നാൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് തന്നെ ടയർ പൊട്ടിയിട്ടുണ്ടാകാനിടയുള്ള വലിയ അപകടങ്ങൾ ഒഴിവാക്കി കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കും. നമ്പർ 4, ടീസോയുടെ ഓട്ടോമാറ്റിക് സ്പൈക്ക് ബാരിയർ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സാധാരണ കാണാറുള്ള ഹമ്പുകളാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവ ഓട്ടോമാറ്റിക് സ്പൈക്ക് ബാരിയറുകളാണ്. ചുരുക്കത്തിൽ വെപ്പിന്റെ ഏറ്റവും മോഡേൺ ആയ ഓട്ടോമാറ്റിക് ആയ രൂപം. അതുകൊണ്ട് തന്നെ ലക്ഷ്യം കൃത്യമായിരിക്കും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇവയുടെ സ്പൈക്കുകൾ താഴ്ത്താനും ഉയർത്താനും കഴിയും. കുറ്റവാളികളുടെ വാഹനങ്ങൾ വരുന്നുവെന്ന അറിയിപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ നിയമലംഘനം നടത്തി വാഹനങ്ങൾ ഇത് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇവയിലെ സ്പൈക്കുകളെ മുകളിലേക്ക് ഉയർത്തിയാൽ അത് ടയറുകളെ നശിപ്പിക്കും. കൂടുതൽ മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കുന്ന വാഹനത്തിൽ നിന്നും കുറ്റവാളികളെ പിടികൂടാനും കഴിയും. നമ്പർ 3, എക്സ്നെറ്റ്. സിനിമകളിൽ മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോൾ വല വീശി എതിരാളികളെ കീഴ്പ്പെടുത്തുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വലവീശൽ തന്ത്രമാണ് അറസ്റ്റ് നെറ്റ് എന്നറിയപ്പെടുന്ന എക്സ്നെറ്റ്. ഇത് കുറ്റവാളികൾ വരാനിടയുള്ള വഴിയിൽ കൊണ്ടുവച്ച് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും വിടർന്നു വരും. അതിലൂടെ ഒരു വണ്ടിയുടെ മുൻവീലുകൾ കയറി ഇറങ്ങുമ്പോൾ അതിലെ കൂർത്ത സ്പൈക്കുകൾ വീലിൽ കോർത്ത് കയറുകയും അതിന് പിന്നാലെ നെറ്റ് ടയറിൽ കുരുങ്ങുകയും ചെയ്യും. പരമ്പരാഗത അറസ്റ്റ് നെറ്റുകളെ അപേക്ഷിച്ച് എക്സ് നെറ്റ് ഉപയോഗിക്കുമ്പോൾ വണ്ടികൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. വിവിധ പോലീസ് മിലിറ്ററി ഫോഴ്സുകളിൽ ഇവ ഉപയോഗിച്ച് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടത്രേ. നമ്പർ 2, ഹീൽഡ് HT1 റാപ്റ്റർ. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ചിലയിടങ്ങളിൽ ആളുകൾ അതിക്രമിച്ച് കയറാതിരിക്കാൻ വെക്കാറുള്ള ബൊള്ളാടുകളുടെയും റോഡ് ബ്ലോക്കറിന്റെയും ഒക്കെ മിക്സായ ഒരു അടാറ് സാധനമുണ്ട്. അതാണ് ഹീൽഡ് HT1 റാപ്റ്റർ. ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇടങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടങ്ങളിലേക്ക് വാഹനങ്ങൾ അതിക്രമിച്ച് കയറുന്നത് തടയുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതായത് ഗ്രൗണ്ടിൽ കുഴിച്ചിട്ട രീതിയിലാണ് കാണപ്പെടുന്നതെങ്കിലും ഇതങ്ങനെ തന്നെ സ്ഥിരമായി ഇരിക്കുകയില്ല. പോകാൻ അനുമതിയുള്ള വാഹനങ്ങളെ ബൊള്ളാടുകൾ താഴ്ത്തി ഉള്ളിലേക്ക് കടത്തിവിടും. എന്നാൽ തെറ്റായ ഉദ്ദേശത്തോടെ വലിയ ട്രക്കുകളൊക്കെയാണ് ചീറിപ്പാഞ്ഞു വരുന്നതെങ്കിൽ പോലും ഈ ഒരൊറ്റ ഐറ്റം മതി അവയെ തകർത്ത് തരിപ്പണമാക്കി കളയാൻ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 6800 കിലോഗ്രാം ഭാരമുള്ള ട്രക്കുകളെ പോലും ഇത് ഇങ്ങനെ പൊളിച്ചു കളയും. എന്നാലോ ഈ ബൊള്ളാഡിന് ഒരു പരിക്കും പറ്റുകയുമില്ല. പുറമേ കാണുന്നത് വെച്ച് നിസാരമെന്ന് കരുതി വരുന്നവർക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ അത്യാധുനിക ക്യാച്ചിംഗ് രീതികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ബാലറപ്പ് മുതൽ ഹോവറിംഗ് ബൈക്ക് വരെയുള്ള ഈ ഉപകരണങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് കമന്റ് ചെയ്യുവാൻ മറക്കരുത്. സുരക്ഷയാണല്ലോ പ്രധാനം. നമ്മുടെ പോലീസ് മാമന്മാരുടെ കയ്യിലും ഇതൊക്കെ പെട്ടെന്നെത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു രസകരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.